ഈശോയിൽ പ്രിയരെ, ഈ ഞായറാഴ്ച വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 27 മുതൽ 36 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ധ്യാനിക്കുക. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഗെത്സമനിയിലെ പ്രാർത്ഥന നമ്മൾ കാണുന്നില്ല. പക്ഷെ അതിന് സമാനമായ വചനമാണ് 12-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുക. എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. വലിയ വേദന കർത്താവ് അനുഭവിക്കുകയാണ്. ഈ വേദനയുടെ അനുഭവത്തിൻ്റെ ഉച്ചിയിലാണ് ഗെത്സമനിയിലെ പ്രാർത്ഥന എന്ന് നമുക്ക് മനസ്സിലാക്കാം. താൻ അനുഭവിക്കാനിരിക്കുന്ന ശിക്ഷ, അതും കാരണമില്ലാതെ നിഷ്കളങ്കനായ തന്നെ മരണശിക്ഷയ്ക്ക് വിധേയനാക്കുന്നതോർത്ത് അല്പനിമിഷമെങ്കിലും കർത്താവ് എന്തുകൊണ്ടാണിത് എന്ന് സ്വാഭാവികമായിട്ട് ചോദിച്ചു പോവുകയാണ്. പക്ഷെ ഉടനെ തന്നെ നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് കർത്താവ് കൂട്ടിച്ചേർക്കുന്ന രംഗമാണ് നമ്മൾ കാണുക ഗെത്സമൻ പ്രാർത്ഥനയുടെ അവസാനത്തിൽ. ഇവിടെയും കർത്താവ് വ്യക്തമായിട്ട് പറയുകയാണ്, ഈ മണിക്കൂറിന് വേണ്ടിയാണ് താൻ ഈ ലോകത്തിലേക്ക് വന്നത്. വ്യക്തമായ അവബോധത്തോടു കൂടി കർത്താവ് പിതാവിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായിട്ടും യെസ് പറയുകയാണ്. നമ്മളൊന്നാമത് ചിന്തിക്കുക, യേശുവിൻ്റെ പൂർണ്ണമായി ദൈവപിതാവിൻ്റെ ഇഷ്ടത്തിനോടുള്ള ആ കീഴ്വഴങ്ങലാണ്. അവിടെ ഒരു ശബ്ദമുണ്ടാകുന്നു. ദൈവത്തിൻ്റെ ശബ്ദം, സ്വർഗത്തിൽ നിന്നുള്ളൊരു സ്വരം. സുവിശേഷത്തിൽ നമ്മൾ കാണുക 3 പ്രാവശ്യമാണ് ഇങ്ങനെ പ്രത്യേകമായി ദൈവപിതാവിൻ്റെ ശബ്ദം നമ്മൾ കാണുക. ഒന്ന് ഈശോയുടെ മാമോദീസായിലാണ്, 2 രൂപാന്തരീകരണ വേളയിലാണ്, 3 തൻ്റെ വിളിയുടെ പൂർത്തീകരണം, ആ പരസ്യജീവിതത്തിൻ്റെ അവസാനം ഇവിടെയാണ് നമ്മൾ കാണുക. ഈശോയുടെ പുത്രത്വത്തെ ഏറ്റുപറയുന്നതാണ് ദൈവത്തിൻ്റെ ശബ്ദം, ദൈവപിതാവിൻ്റെ ശബ്ദം. ഈശോയുടെ പ്രത്യേകമായ അധികാരത്തെ ഊന്നിപ്പറയുന്നതാണ് പിതാവിൻ്റെ ശബ്ദം. വ്യക്തമായിട്ട് നമ്മളിവിടെ മനസ്സിലാക്കുകയാണ്. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ ഈശോ ഇതാ പൂർണ്ണമായി തയ്യാറാണ്. സമയം ഇതാ ആഗതമായിരിക്കുന്നു. വ്യക്തമായിട്ടുള്ള മനസ്സുറപ്പോടെ കർത്താവ് തൻ്റെ കാൽവരി യാത്രയുടെ ആ ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ ഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, സ്വാഭാവികമായി മനുഷ്യരായ നമുക്കൊക്കെ ചില നിമിഷങ്ങളിൽ പ്രലോഭനങ്ങളുണ്ട്, നമ്മൾ പതറിപ്പോകുന്ന നിമിഷങ്ങളുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ശക്തിപ്പെടുത്തലും തൊട്ടടുത്ത നിമിഷത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാൻ കാതോർക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റ് പല ആശ്വാസ വചനങ്ങളുണ്ടാകാം, ആശ്വാസ സങ്കേതങ്ങളുണ്ടാകാം, കൗൺസിലിംഗ് ഉണ്ടാകാം, മറ്റുള്ളവരുടെ ഉപദേശങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ എല്ലാത്തിനും ഉപരിയായി ദിവ്യകാരുണ്യ സന്നിധിയിൽ ചെന്നിരിക്കാനും ജീവിതത്തിൻ്റെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കാനും നമ്മുടെ പരീക്ഷണങ്ങളിൽ ആശ്വാസം കണ്ടെത്താനും സാധിക്കുക എന്നുള്ളത് നമ്മുടെ ദിനചര്യയാക്കണം എന്ന് കർത്താവ് തന്നെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത് നമ്മളവിടെ വ്യക്തമായിട്ട് കാണുന്ന ഒരു വചനം, ഇപ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടും. ലോകത്തിൻ്റെ ന്യായവിധിയുടെ സമയം ഇപ്പോഴാണ്. അതായത് യേശുവിൻ്റെ കുരിശിലെ വിജയം, അത് സാത്താൻ്റെ പരാജയമാണ്. ഈ ലോകത്തിൻ്റെ അധികാരി ആരാണ്? ഈ ലോകത്തിൻ്റെ രാജകുമാരൻ എന്നാണ് പറയുന്നത്, പിശാചാണ്. പക്ഷേ ഈ ലോകം സൃഷ്ടിച്ചവൻ എന്നുള്ള അർത്ഥമല്ല. ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥകൾക്ക് കാരണമായ ആ ഒരു ശക്തി എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുക. കൊരിന്തോസ്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം ഇപ്രകാരമാണ്:
ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം ദർശിക്കാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളുടെ മനസ്സ് അന്ധമാക്കിയിരിക്കുന്നു. ഇതുതന്നെയാണ് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യത്തിലും നമ്മൾ പ്രകാരം കാണുക. അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തിയുടെ അധീശൻ. അപ്പോൾ ഈ ലോകത്തിൽ ഇന്നത്തെ അരൂപിയുടെ കാരണക്കാരനാണ് പിശാച്. പിശാച് എപ്പോഴും സ്വന്തം ഇഷ്ടം നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. എന്നാൽ ഈശോയാകട്ടെ ദൈവപിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് ആഗ്രഹിക്കുന്നവനാണ്. അന്ധകാരത്തിൻ്റെ ലോകത്തിൽ വസിക്കുന്നവനാണ് പിശാച്. എന്നാൽ ഇന്നും പ്രകാശത്തിലേക്ക്, ജീവനിലേക്ക് നമ്മെ നയിക്കുന്നവനാണ് ഈശോ. ആ പ്രകാശത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കണം. മൂന്നാമത് നമ്മൾ ചിന്തിക്കുക, ഈശോ താൻ ഉയർത്തപ്പെടുന്ന ആ വലിയ സത്യം പ്രഖ്യാപിക്കുകയാണ്. യോഹന്നാനെ സംബന്ധിച്ച് ഹിപ്സു എന്ന് പറയുന്ന, ലിഫ്റ്റഡ് അപ്പ് എന്ന് പറയുന്ന വാക്ക്, കർത്താവ് കുരിശിൽ ഉയർത്തപ്പെടുന്നു, ഒപ്പം തന്നെ മഹത്വത്തിൽ ഉയർത്തപ്പെടുന്നു എന്നുള്ള 2 അർത്ഥവും അവിടെ വ്യക്തമാക്കപ്പെടുന്നുണ്ട്. ഈശോ ഉയർത്തപ്പെടുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, സകല മനുഷ്യർക്കും വേണ്ടിയിട്ടാണ്. ഈ അധ്യായത്തിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. ഗ്രീക്കുകാർ യേശുവിനെ തേടുന്ന ആ രംഗമാണ്. 20-ാം വാക്യത്തിൽ നമ്മളതാണല്ലോ കാണുക. അപ്പോൾ അവിടെ ഈശോ മുഴുവൻ ലോകത്തിൻ്റെയും പ്രകാശമാണ്, എല്ലാ ജനങ്ങൾക്കും ആശ്വാസമാണ്, രക്ഷയാണ്, പ്രകാശമാണ് എന്നുള്ള വലിയ സത്യമാണ് ഇവിടെ വ്യക്തമാക്കുക. ഈശോയുള്ളപ്പോൾ അവിടെ പ്രകാശം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലുണ്ട്. നിൻ്റെ ജീവിതത്തിൽ പ്രകാശമില്ലെങ്കിൽ അവിടെ യേശുവില്ല എന്നുകൂടി തിരിച്ചറിയുക. യോഹന്നാൻ 9:4 നമ്മൾ കാണുന്നുണ്ട്, ജന്മനാ അന്ധനായ മനുഷ്യന് കർത്താവ് കാഴ്ച കൊടുക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു, പകലായിരിക്കുവോളം എന്നെ അയച്ചവൻ്റെ പ്രവൃത്തികൾ നാം ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ പ്രകാശത്തിൽ യേശുവിൽ വ്യാപരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ സുവിശേഷത്തിൽ തന്നെയാണ് നമ്മൾ വായിച്ചത്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ ഏറെ ഫലം പുറപ്പെടുവിക്കും. 12-ാം അധ്യായം 12-ാം വാക്യമാണ്. 12-ാം അധ്യായം 24-ാം വാക്യമാണ്. ഒക്ടോബർ 1-ാം തീയതി വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ തിരുനാളാണ്. നിസ്സാരമെന്ന് തോന്നുന്ന ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞപ്പോൾ വലിയ ഫലമുളവാക്കുന്നു. 24 വർഷം മാത്രം ജീവിച്ച് വലിയ ആഘോഷങ്ങളൊന്നുമില്ലാതെ ഈ ലോകത്തു നിന്ന് കടന്നുപോയ ഗോതമ്പ് മണിയായ കൊച്ചു ത്രേസ്യ ഇന്ന് സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹത്തിൻ്റെ ഫലങ്ങൾ ഏറെ തിരുസഭയ്ക്കും നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നു. ഈ സുവിശേഷ ഭാഗം വായിച്ച് നമുക്ക് ധ്യാനിക്കുമ്പോൾ ദൈവപിതാവിൻ്റെ തിരുഹൃദയത്തിന് പൂർണ്ണമായും കീഴ്വഴങ്ങിയ ഈശോയെ നമുക്ക് ഓർക്കാം. അന്ധകാരത്തിൻ്റെ അരൂപി, ലോകത്തിൻ്റെ അരൂപി നിറഞ്ഞു നിൽക്കുമ്പോൾ യേശുവാകുന്ന പ്രകാശത്തിലേക്ക്, ജീവനിലേക്ക് കടന്നു വരാൻ നമുക്ക് പരിശ്രമിക്കാം. കർത്താവിൻ്റെ അനുഗ്രഹം നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.